പത്മദലാക്ഷൻ പനങ്ങാട്ട് രാഘവന്റെയും ദേവിയുടെയും മൂത്ത മകൻ. അടിമുടി കലാകാരനും കോഴിക്കോട്ടുകാരനുമായ അദ്ദേഹത്തിന് ഒരു 17-ാം വയസ്സൊക്കെ ആയപ്പോൾ അതികലശലായ നാടകക്കമ്പ. അന്നു മുതൽ സദസ്സിൽ നിന്നും നാടകത്തിന്റെ അണിയറകളിലെ ഉത്സാഹ കമ്മിറ്റികളിൽ നിന്നും പത്മദലാക്ഷന് അരങ്ങിലേക്ക് പ്രമോഷനായി. കർട്ടൻ ഉയർന്നാൽ പനങ്ങാട്ട് പത്മദലാക്ഷന്റെ പൊട്ടിച്ചിരി കൂട്ടുകൾ കണ്ടു രസിക്കാൻ കോഴിക്കോട്ടുകാരങ്ങനെ തടിച്ചുകൂടിയ നാളുകൾക്കൊടുവിൽ മൂടുപടം എന്ന ചിത്രത്തിലൂടെ ആ കലാകാരൻ വെള്ളിത്തിരയിലെത്തി. എന്നാൽ പത്മദലാക്ഷന്റെ പകിട്ടറിയാവുന്ന ഒരു ചിത്രം സംഭവിക്കാൻ പിന്നെയും കുറച്ചു കാലം കൂടി വേണ്ടിവന്നു. ആ ചരിത്ര നിമിഷത്തിന് വിധി നിയോഗിതനായതോ സാക്ഷാൽ വൈക്കം മുഹമ്മദ് ബഷീർ. എവർഗ്രീൻ കൾട്ട് ക്ലാസിക്കായ ഭാർഗവി നിലയം എന്ന ആ ചിത്രത്തിൽ നല്ലൊരു വേഷം സമ്മാനിച്ചതിനോടൊപ്പം ബേപ്പൂർ സുൽത്താൻ ആ കലാകാരന് പുതിയൊരു പേര് കൂടി സമ്മാനിച്ചു: കുതിരവട്ടം പപ്പു. 1500ഓളം ചിത്രങ്ങളിലൂടെ നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കണ്ണു നനയിച്ച ആ കലാകാരൻ, അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ എന്നും കുതിരവട്ടം പപ്പു. പാവാട വേണം മേലാട വേണം പഞ്ചാരപ്പനങ്കിലിക്ക്. അഹന്തയുടെ മോന്തായത്തിൽ മമ്പുകാരുമായി കുന്തി കുന്തി നടക്കുന്ന നീ എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ബ്രിട്ടീഷുകാരന്റെ അടിയിൽ ചവിട്ടം കൊണ്ട് പ്രാണനെടുത്തപ്പോഴും ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷേ വിരലടയാളം മതിയോ, കയ്യൊപ്പ് വേണ്ടേ? എന്റെ സ്വന്തം ജീപ്പിന് എന്റെ സ്വന്തം പേര്. ഞാൻ തുറക്കൂല, തുറക്കൂലടാ പട്ടി. തന്റെ അച്ഛന്റെ പേരെന്താ? കുര്യാക്കോസ് വേണോ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നു പോകുമ്പോഴേ ഞാൻ കാക്കയോട് പ്രത്യേകം പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു ഞാൻ ഇന്ന ഡേറ്റിന് വരുന്നു. തുടങ്ങി കളിയാക്കാൻ. ആരത്? അതാണ് ഞമ്മള് തിരിഞ്ഞു നോക്കും ആരാന്നറിയ പടച്ചോയെ. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി, ഞമ്മള് ഇഞ്ചിന് തവിട് കൂടി. അധികമൊന്നുമില്ല, 2-3 തിരി എവിടെ കളിയിൽ കിടക്കുക. താനാരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. നമ്മളെ മോള് വിചാരിച്ച പോലെ ഒന്നല്ലല്ലോ നമ്മുടെ മോളോ. പപ്പുവേട്ടനെ പറ്റി പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമ നിർമ്മാണവും സംവിധാനവും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഒരു മാടപ്രാവിൻ്റെ കഥ എന്ന സിനിമ എടുക്കാൻ തീരുമാനിച്ചപ്പോൾ അന്ന് കത്തിജ്വലിച്ചു നിൽക്കുന്ന ഒരു കൊമേഡിയനാണ് കുതിരവട്ടം പപ്പു എന്ന നടൻ. അങ്ങനെയാണ് ഞാൻ പപ്പുവേട്ടനെ പോയി കാണുന്നത്. പപ്പുവേട്ടന് ഞാൻ ഈ ഡബ്ബിങ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലാണ് എന്നെ അറിയാവുന്നത്. ജയന് ശബ്ദം കൊടുത്തു എന്നുള്ളതൊക്കെ വെച്ചിട്ട് പപ്പുവേട്ടനെ അറിയാം. അപ്പം ഞാൻ പപ്പുവേട്ടൻ്റെ വീട്ടിൽ ചെല്ലുന്നു. ഇങ്ങനെ ചെയ്യാൻ മോനെ, വളരെ ഒരു പുതിയ സംവിധായകൻ, ഒരു പുതിയ ആൾക്ക് ആ തിരക്കിനിടയിലും അദ്ദേഹം സമയം കണ്ടെത്തിയത് എനിക്ക് തരാൻ വേണ്ടി ഒരു ഡേറ്റും ഒക്കെ സെറ്റ് ചെയ്ത് തരികയും കൃത്യമായി ആ ഡേറ്റുകൾ എത്തുകയും ഷൂട്ടിങ്ങൊക്കെ ഭംഗിയായി തീരുകയും അവസാനിപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ആദ്യ പടത്തിൽ തൊട്ട് പപ്പുവേട്ടൻ മിക്കവാറും ഡേറ്റുള്ള ഇതിലൊക്കെ എൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ പിന്നീട് നിന്നിഷ്ടം എന്നിഷ്ടം എന്നൊരു പടത്തിൽ കുറച്ച് കൂടുതൽ റോളുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതിലും മറ്റ് കൊമേഡിയന്മാരെല്ലാവരും ഉണ്ട്. മാളയുണ്ടായിരുന്നു, ജഗതി ഉണ്ടായിരുന്നു, സുകുമാരി ചേച്ചി. അങ്ങനെ ഒരു കോമ്പിനേഷനിൽ ഇടയ്ക്ക് വരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഒരു തിരിക്കുത്തുകാരൻ കുമാരൻ എന്ന് പറയുന്നൊരു കഥാപാത്രം, ഒരു ഗെയിംബ്ലിംഗ് ഒക്കെ നടത്തി പിന്നീട് നായികയുടെ ഉയർച്ച അനുസരിച്ച് വളരുന്ന ഒരു കഥാപാത്രമായിട്ടാണ്. അത് പപ്പുവേട്ടൻ വളരെ മനോഹരമായിട്ട് ചെയ്തു. മലയാള സിനിമയിൽ ഒരു കാലത്ത് എല്ലാ കൊമേഡിയന്മാരെയും കീഴടക്കിക്കൊണ്ട് ഒരു ഏകാധിപതിയെപ്പോലെ ഒറ്റയ്ക്ക് പപ്പുവേട്ടൻ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതായത് അന്ന് വന്നിരുന്ന അടൂർ ബാസി, ബഹദൂർ, അങ്ങനെ ഒരു വലിയൊരു താരനിരയെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വരവ് ഒരു സൂപ്പർ വരവ് തന്നെയായിരുന്നു. പക്ഷേ വളരെ എളിമയുള്ള ഒരു നടനായിരുന്നു പപ്പുവേട്ടൻ. ഞാൻ ജഗദീഷിനെ നായകനായി ഒരു സിനിമ ചെയ്തിരുന്നു, ഞാൻ കോടീശ്വരൻ. അതിലാണ് പപ്പുവേട്ടൻ എൻ്റെ സംവിധാനത്തിൽ അഭിനയിക്കുന്നത്. അതിലൊരു ഭ്രാന്തനായ കഥാപാത്രമായിട്ടാണ്. ഒരു പലിശക്കാരനായിരുന്നു, പിന്നീട് ഭ്രാന്തായി മാറുന്നു. ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ, ഒരു മെൻ്റൽ അസൈലത്തിൽ അഡ്മിറ്റ് ആവുന്നു. അവിടെ ഇന്നസെൻ്റ് ചേട്ടൻ കാണാൻ വരുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ അസുഖമൊക്കെ മാറി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ചില പ്രകടനങ്ങളുണ്ട്. അതിനുശേഷം മുഴുവൻ ഭ്രാന്തിലേക്ക് മാറുന്നു. അദ്ദേഹം ആ ഒരു പാലായിക്കടുത്തൊരു സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അദ്ദേഹം ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥ കാണിച്ചത് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സും നേഴ്സുമാരും ഒക്കെ ഭയന്നോടി. അത്രമാത്രം റിയലിസ്റ്റിക്കായിട്ട് ക്യാമറ
ഹാൻഡ് ഹെൽഡായിരുന്നു, കയ്യിലായിരുന്നു, പുറകെ ഓടുന്നു. അവിടെ ഓഫീസിലൊക്കെ കയറി ചില ഫയലുകളെടുക്ക് വലിച്ചെറിഞ്ഞ്, അവിടുത്തെ ആവശ്യമുള്ള ഫയലുകളാണ്. അങ്ങനെ ഒരു കഥാപാത്രത്തിലേക്ക് പരകായ പ്രവേശനം നടത്തുന്ന പപ്പുവേട്ടനെ എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹത്തിൻ്റെ എത്രയോ കഥാപാത്രങ്ങൾ, നമ്മൾ ഇന്നത്തെ സോഷ്യൽ മീഡിയ എടുത്താൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ എടുത്താണ് പലരും ട്രോളർമാർ പല സംഭവങ്ങളും വിവരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മലയാളത്തിന് എന്നെന്നും ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു നടന വൈഭവമാണ് കുതിരോട്ടം പപ്പു.